ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ദീപാവലിയൊക്കെ വരാൻ പോവുകയല്ലേ. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു റിബൺ പക്കോട വ്യത്യസ്തമായിട്ടുള്ള രുചിയിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിൽ വേവിച്ചെടുത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ റെസിപ്പി. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു റിബൺ പക്കോടയും പിന്നെ ഒരു ഓമപ്പൊടി പൊട്ടാറ്റോ വെച്ചിട്ട് പൊട്ടാറ്റോ സേവും ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 റെസിപ്പിയും നമുക്ക് ഒരേ മാവ് വെച്ച് തന്നെ നമുക്കിത് രണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് അതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് അരിപ്പൊടി. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അളക്കുന്നത് അതിൽ തന്നെ അളന്നെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് 125 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവിൽ മാത്രം വ്യത്യാസം വരും. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം കൈ കൊണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് 1/2 കപ്പ് വേണ്ടി വന്നു. ഓരോ അരിപ്പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരും. അപ്പോൾ നിങ്ങളത് പാകം പോലെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ അളവിലും മാറ്റം വരും. നമുക്ക് കൂടുതൽ അരിപ്പൊടിയും കടലമാവ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ അളവിലും മാറ്റം വരുത്തണം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ കുഴച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നല്ല ചൂടായ എണ്ണയിൽ നിന്നും നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ആദ്യമേ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഓളിനുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇത് മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ മുറുക്ക് മേക്കറിലേക്ക് നമുക്ക് എണ്ണ തടവിയതിന് ശേഷം ഈ മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ റിബൺ പക്കോടയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നീളത്തിലുള്ള ആ ചില്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് മാവ് വെച്ചിട്ട് ഇതുപോലെ അടച്ചിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അത് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ കളറാവുന്നവരെ ക്രിസ്പാവുന്നവരെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ റിബൺ പക്കോട റെഡിയാകും. അപ്പോൾ ഇത് ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഈ ദീപാവലിക്ക് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഇപ്പോൾ നമ്മുടെ റിബൺ പക്കോട റെഡിയായി. ഇനി അതേ മാവിൽ വെച്ച് തന്നെ നമുക്ക് ഓമപ്പൊടിയും സേവും ഒക്കെ ഉണ്ടാക്കുന്ന ആ ചില്ല് ഇട്ട് കൊടുക്കാം നാഴിയിലേക്ക്. എന്നിട്ട് നമുക്ക് അത് ഇതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് പിഴിഞ്ഞെടുത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വേഗം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നമുക്ക് കൂടുതൽ റെസിപ്പികളുമായിട്ട് കാണാം. അപ്പോൾ ദീപാവലിയൊക്കെ വരികയല്ലേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.